ഹായ് വെൽക്കം ടു പാണ്ടക്കുട്ടൻ ടോക്സ്. പിന്നെ ലവ് ഫെയിലറും ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് വിഷമിച്ചിരിക്കുകയാണോ? നിങ്ങൾ വായോ, നമുക്ക് സെറ്റാക്കാം. ഈ ലവ് ഫെയിലർ എന്ന് പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലവ് ഫെയിലിയർ, ലവ് അല്ലേ ഫെയിലായേ? നമ്മൾ ഫെയിലാവണോ? നമ്മളല്ലല്ലോ ഫെയിലായത്, ലവ് അല്ലേ ഫെയിലായേ. അപ്പോൾ എന്തിനാണ് നമ്മളൊരു ഫെയിലറെ പോലെ ജീവിക്കുന്നത്? അപ്പോൾ നമുക്ക് പുറത്ത് ചാടണം. ഇതത്ര ഈസിയുള്ള കാര്യമല്ല. ലവ് ഫെയിലിയർ എന്ന് പറഞ്ഞാലേ ഈ ഫിസിക്കൽ പെയിൻ പോലെ തന്നെ പെയിൻ എടുക്കുന്ന ഒരു സംഭവമാണ് ലവ് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മെൻ്റൽ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ പുറത്ത് ചാടും ഗൈസ്? അതിനാണ് സിമ്പിളായിട്ട് 2-3 പണി പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ലവ് ഫെയിലായി, ഇനി ആ ആൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ ആ ആളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വറീഡായി പഴയ കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെൽഫായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഇനി എൻ്റെ ജീവിതത്തിൽ ആ ആളും ഇല്ല, ആ ലവും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. അതായത് കൊണ്ടാണല്ലോ ലവ് ഫെയിലിയർ ആയത്. അപ്പോൾ ഞാനിങ്ങനെ ഫെയിലറെ പോലെ ജീവിക്കാതെ ഞാൻ അതിൽ നിന്ന് പുറത്ത് ചാടണം. അതുകൊണ്ട് മനസ്സിനോട് പറയണം, എടാ മോനെ, എല്ലാം കഴിഞ്ഞു, ഇനി അതിൽ ആലോചിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് സെറ്റായി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആ ആളെ ഓർക്കാൻ സാധ്യതയുള്ള മെമ്മറീസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഫോണിലോ ഫോട്ടോസായിട്ടോ അങ്ങനെ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും തിങ്സ് ആയിരിക്കും, എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം. എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. ഇനി നിങ്ങൾ ആ വ്യക്തിയെ ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യുക, അതെല്ലാം എല്ലാ സംഭവങ്ങളും നിങ്ങൾ ആ വ്യക്തിയുടെ ഓർമ്മകളെല്ലാം മാറ്റി വെക്കുക. ഓക്കെ. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആ ലവ് ഫെയിലിയർ കാര്യം നിങ്ങളെല്ലാം കുറച്ച് കാലമായിട്ട് നമ്മളെ സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഉറക്കമില്ല, ഫുഡ് കഴിക്കുന്നില്ല, മനസ്സമാധാനമില്ല. സത്യത്തിൽ നിങ്ങൾ നിങ്ങളെ ദ്രോഹിക്കുകയല്ലേ വേറൊരു ആൾ ഇല്ലാണ്ടായതിൻ്റെ പേരിൽ. അതുകൊണ്ട് നമ്മളിനി എന്താ ചെയ്യണ്ടേ? നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. ഫുഡ് കഴിക്കുക, ട്രിപ്പ് പോവുക, ജസ്റ്റ് ചായ കുടിക്കാൻ തോന്നിയാൽ പോയി ചായ കുടിക്കുക. ഓക്കെ. സിനിമ കാണാൻ തോന്നിയാൽ സിനിമ കാണാം, പാട്ട് കേൾക്കാൻ തോന്നിയാൽ പാട്ട് കേൾക്കുക, കിടന്നുറങ്ങാൻ തോന്നിയാൽ കിടന്നുറങ്ങാം. വാട്ട് എവർ നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലൊരു അവയർനെസ് വരും. എന്നെ സ്നേഹിക്കാൻ ഞാനുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അത് ഭയങ്കര വലിയ സംഭവം കേട്ടോ, ഭയങ്കര പവർഫുള്ളാണ്. പിന്നെ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു എനർജി ബൂസ്റ്റ് ആവും, പവറാവും, ചാർജ് ആവും. ഓക്കെ. അപ്പോൾ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. ഇപ്പോൾ മൂന്നാമതായിട്ട് പറഞ്ഞ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുക. അടുത്തത് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുക, മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുക, നിങ്ങളുടെ ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾക്ക് ലവ് ഫെയിലർ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ പറ്റും. ഓക്കെ. പിന്നെ എന്താണെന്നറിയോ, ഓർക്കും ഇതെന്താണെന്നറിയോ, ലവ് അല്ലേ, വേറെ ഒന്നും അല്ലല്ലോ. നിങ്ങൾ ലവ് ചെയ്തത് കൊണ്ടല്ലേ ഇത്രയും പെയിൻ ആയത്. അതുകൊണ്ട് ആളെ ഇനി ഓർക്കും. പക്ഷെ ഓർക്കുന്നത് ഒരിക്കലും പെയിൻഫുൾ ആയിട്ടാവില്ല, ഒരു നല്ലൊരു മെമ്മറി ആയിട്ട് അതോടെ കിടക്കും. ഓക്കെ. അതായത് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അതിനി ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യേണ്ടേ? ലവ് ഫെയിലിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇനി മുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഇനി മുതൽ നിങ്ങൾ ലവ് ഫെയിലിയർ അല്ല, ലവ് ഒരു മെമ്മറബിൾ ആക്കിയുള്ളൊരു സംഭവമാക്കി മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മൂവ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ. ഇനി ആരും വിഷമിക്കല്ല കേട്ടോ. ആ ഒരു ലവ് ഫെയിലിയറിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കേണ്ട, ബ്രേക്കപ്പിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കേണ്ട. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നല്ലൊരാൾ നിങ്ങളെ തേടി ഇനി വരും. ഓക്കെ. കേട്ടിട്ടില്ലേ, ഒരു ജാപ്പനീസ് പ്രോവർബാന്ന് തോന്നുന്നുണ്ട്, പൂക്കൾ ഉള്ളിടത്ത് പൂമ്പാറ്റ വരും. അതുകൊണ്ട് നിങ്ങൾ പൂമ്പാറ്റയെ തേടി ഇനി പോകണ്ട, നിങ്ങൾ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കൂ, പൂമ്പാറ്റ നിങ്ങളെ തേടി വരും എന്ന് പറയുന്ന പോലെ നിങ്ങളിനി വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട, നിങ്ങൾ ചെടികൾ നട്ടുകൊണ്ടിരിക്കൂ, പൂക്കൾ വളരട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുക? നല്ല പൂമ്പാറ്റകൾ നിങ്ങളെ തേടി വരും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ. ഇനി ആരും ലവ് ഫെയിലിയർ ആയിട്ട് വിഷമിക്കല്ലേ കേട്ടോ. സെറ്റാക്ക്. ഓക്കെ. ബൈ. സ്റ്റേ ഹാപ്പി.